ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായ പാഠഭാഗം തിരഞ്ഞെടുത്ത് കാണുന്നതിനായി താഴെ കാണുന്ന ചാനലിൻ്റെ പേര് സെലക്ട് ചെയ്യുക. മുകളിലെ ടാബിൽ നിന്നും പ്ലേലിസ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആവശ്യമായ ക്ലാസ്സും സബ്ജക്റ്റും തിരഞ്ഞെടുക്കുക. അവിടെ നിന്ന് ആവശ്യമായ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് തിരഞ്ഞെടുത്ത് കാണാവുന്നതാണ്. അടുത്ത ക്വസ്റ്റനിൽ ഇതേപോലെ 3 റെപ്രസെൻറ്റേഷൻ തന്നിരിക്കുക. മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സ് എന്ന ചാപ്റ്ററിൽ നമ്മൾ എങ്ങനെയാണ് യൂണിറ്റുകൾ എഴുതേണ്ടതെന്നൊക്കെ 10 റൂൾസ് പഠിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചൊരു ചോദ്യമാണ്. ഇങ്ങനെ 3 ഉണ്ട്. ഇതിൽ കറക്റ്റ് ആയത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കണേ. ആദ്യത്തെ നോക്കാം. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പോൾ എന്താ, വേർഡ്സിൽ ഇങ്ങനെ പെറുക്കി എഴുതുകയാണെങ്കിൽ എല്ലാം അങ്ങനെ എഴുതണം, അതല്ലെങ്കിൽ എല്ലാം സിമ്പിളായിട്ട് എഴുതണം. ഇവിടെ ഇപ്പോൾ പെർ എന്നുള്ളത് മാത്രം ഇങ്ങനെ ആ സ്ലാഷ് മാറ്റി വേർഡ്സിൽ എഴുതിയിരിക്കുക, എന്നാൽ ഇത് 2 സിമ്പിളില്ല. അപ്പോൾ അങ്ങനെ പറ്റില്ല, അപ്പോൾ അത് തെറ്റാണ്. പിന്നെ ഇവിടെയോ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. കിലോഗ്രാമിന് സ്മോൾ കെ സ്മോൾ ജി, ഇവിടെ സ്മോൾ എം എല്ലാം കറക്റ്റാണ്. ഇവിടെ എല്ലാം സിമ്പിളിലാണ്, അപ്പോൾ അത് കറക്റ്റാണ്. ഇതാണെങ്കിലോ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഈ കിലോഗ്രാം മാത്രം നെയിമായിട്ട് വിശദമായിട്ട് എഴുതിയിരിക്കുന്നു, ബാക്കിയെല്ലാം ഷോർട്ടാക്കി എഴുതിയിരിക്കുന്നു. അങ്ങനെയും പറ്റില്ല, അപ്പോൾ അത് തെറ്റ്. കറക്റ്റ് ഏതാണ്? ഈ രണ്ടാമത്തേതാണ്. ഇപ്പോൾ കണ്ട ചോദ്യം ഇങ്ങനെ മാത്രമല്ല, ആ 10 റൂൾസും നന്നായിട്ട് പഠിച്ചിട്ട് പോകണം കേട്ടോ. അപ്പം ഏത് രീതിയിൽ വേണമെങ്കിലും മാറ്റി മറിച്ചൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണം. അടുത്ത ക്വസ്റ്റൻ ഏതാണ്? ഇതേപോലെ 3 പടം തന്നിരിക്കുകയാണ്. ബാർ മാഗ്നറ്റുകളാണ് കാണിച്ചിരിക്കുന്നത്. സൗത്ത് നോർത്ത് എന്നൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് അതിൽ നിന്ന് 2 ആണി നെയിൽസ്, അയൺ നെയിൽസ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഏതാണ് കറക്റ്റ് ഫിഗർ എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ നോക്കേണ്ടത്? നമ്മൾ മാഗ്നറ്റിക് ഇൻഡക്ഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഇൻഡക്ഷൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഏത് രീതിയിലാണ് ഈ നെയിൽസ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസറായി. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ഇതേപോലത്തെ ചെയ്തിട്ടുള്ളത്. ഇവിടെ സൗത്ത്, ഇവിടെ നോർത്ത്. ഓക്കെ, ഈ നോർത്തിനോട് അട്രാക്റ്റഡ് ആയിട്ട് ഒട്ടിയിരിക്കണമെങ്കിൽ ഈ നെയിലിൻ്റെ ഈ ഭാഗം എന്ത് പോളായിരിക്കണം? സൗത്ത് പോളായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ അതർ എൻഡ് ഏത് പോളായിരിക്കും? നോർത്ത് പോളായിരിക്കും. അപ്പോൾ എന്ത് മനസ്സിലായി? ഈ 2 എൻഡുകൾ, ഈ 2 ഫ്രീ എൻഡുകൾ നോർത്ത് പോളാണെന്ന് മനസ്സിലായി. രണ്ടും നോർത്ത് പോളാണെങ്കിൽ ഇതെന്ത് ചെയ്തു പോകും? അത് 2 സൈഡിലേക്ക് റിപ്പൽ ചെയ്ത് വികർഷണം അല്ലേ സംഭവിക്കുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ കൂടിച്ചേർന്നിരിക്കില്ല, ഇങ്ങനെ ഇരിക്കുള്ളൂ. അപ്പോൾ 3ാമത്തെ ഫിഗറാണ് കറക്റ്റ്. ഈ ആദ്യത്തെ ഫിഗറും കറക്റ്റ് അല്ല. 2 നോർത്ത് പോളാകുമ്പോൾ അത് റിപ്പൽ ചെയ്യുന്നതായിട്ട് ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഏത് ഫിഗറാണ്? 3ാമത്തെ ഫിഗറാണ് കറക്റ്റ്. അടുത്ത ചോദ്യം ഇതാണ്. വിച്ച് ടൈപ്പ് ഓഫ് സ്ഫെറിക്കൽ മിറേഴ്സ് ഇസ് യൂസ്ഡ് ആസ് റിയർ വ്യൂ മിറർ ഇൻ വെഹിക്കിൾസ്? വണ്ടികളിലൊക്കെ പുറകു കാണാനായിട്ട് റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത് ഏത് തരത്തിലുള്ള സ്ഫെറിക്കൽ മിററാണ്? എന്താണ് അതിൻ്റെ ഉത്തരം? കോൺവെക്സ് മിററാണ് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. പൊന്തിയ ഭാഗം റിഫ്ലക്റ്റ് ചെയ്യുന്ന കോൺവെക്സ് മിറർ. അപ്പോഴാണെങ്കിൽ എന്താണ്, ഒരു വൈഡ് ഏരിയ ഇതിന് കവർ ചെയ്യാൻ കഴിയും. നമ്മൾ പഠിച്ചത് ആ വീഡിയോസൊക്കെ നന്നായിട്ട് പഠിക്കണം കേട്ടോ. വൈഡ് ഏരിയ ഇതിന് കവർ ചെയ്യാൻ കഴിയും. മാത്രമല്ല ഇതുണ്ടാക്കുന്ന ഇമേജസൊക്കെ എങ്ങനെയായിരിക്കും? ഇറക്റ്റ് ആയിരിക്കും, നിവർന്ന് നിൽക്കുന്നതായിരിക്കും. പിന്നെ ഡിമിനിഷ്ഡ് ആയിരിക്കും. ഒബ്ജക്റ്റിനേക്കാളും വസ്തുവിനേക്കാളും കുറച്ചുകൂടെ സൈസ് കുറഞ്ഞ ഇമേജസ് ആയിരിക്കും ഉണ്ടാക്കുന്നത്, നിവർന്ന് നിൽക്കുന്നതായിരിക്കും. പിന്നെയോ റിയൽ ആണോ വെർച്വൽ ആണോ, യഥാർത്ഥമാണോ മിഥ്യയാണോ ഉണ്ടാക്കുന്നത്? യഥാർത്ഥ ഇമേജ് അല്ല, മിഥ്യ ഇമേജ്, അതായത് വെർച്വൽ ഇമേജ് ആയിരിക്കും ഇത് ഉണ്ടാക്കുന്നത്. അത് പറഞ്ഞു എന്നേ ഉള്ളൂ, അതെല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് പോകണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത നമുക്ക് മോഷൻ എന്നുള്ള ചാപ്റ്റർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ ഒരു ഫിഗർ തന്നിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എ ബോയ് സ്റ്റാർട്ടഡ് ഫ്രം എയിൽ നിന്ന് ഒരു ബോയ് ട്രാവൽ ചെയ്യാൻ തുടങ്ങി. എന്നിട്ടോ 80 സെക്കൻഡ്സ് ഹി ടുക്ക് 80 സെക്കൻഡ്സ് ടു റീച്ച് സി. എയിൽ നിന്ന് ബിയിലൂടെ സിയിലെത്താനായിട്ട് 80 സെക്കൻഡ്സ് ടു റീച്ച് സി ത്രൂ ബി. എയിൽ നിന്ന് ബിയിലൂടെ സിയിലെത്താനായിട്ട് 80 സെക്കൻഡുകൾ എടുത്തു. അതായത് ഈ 100 മീറ്ററും 150 മീറ്ററും കൂടെ ട്രാവൽ ചെയ്യാനായിട്ട് ഈ രീതിയിൽ എടുക്കാനായിട്ട് 80 സെക്കൻഡുകളാണ് എടുത്തത്. ഈ രീതിയിലാണ് അത് പോയത്. അങ്ങനെയാണെങ്കിൽ 1ാമത്തെ ചോദ്യം ചോദിച്ചിരിക്കണു, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ്? ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ടോട്ടൽ മുഴുവനായിട്ടും എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ള ചോദ്യം. എത്ര ദൂരം സഞ്ചരിച്ചു? സിയിലെത്തിയത് എയിൽ നിന്ന് ബി പോയിട്ടാണ് സിയിലെത്തിയത്. അപ്പം 100 + 150, ഇത്രയും ദൂരം മൊത്തം സഞ്ചരിച്ചു. അപ്പം 250 മീറ്റർ എന്ന് എഴുതണം. യൂണിറ്റ് എഴുതാൻ മറക്കരുത്. 250 മീറ്ററാണ് ടോട്ടൽ സഞ്ചരിച്ച ദൂരം. അടുത്ത ചോദ്യം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സ്ഥാനാന്തരം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. എയിൽ നിന്ന് തുടങ്ങി ഫൈനലി എവിടെ എത്തിയത്? അവസാനത്തെ പോയിന്റ് സിയിലാണ്. എയിൽ നിന്ന് തുടങ്ങി സിയിലെത്തി. അപ്പോൾ എയും സിയും തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എന്താണോ അതായിരിക്കുമല്ലോ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. എത്രയാണ്? 80 മീറ്ററാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ക്വസ്റ്റ്യനിൽ പടത്തിൽ തന്നിട്ടുണ്ട്. 3ാമത്തെ പാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ആവറേജ് സ്പീഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ആവറേജ് സ്പീഡ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പഠിച്ചിട്ടുണ്ട്. ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ കുട്ടി സഞ്ചരിച്ച ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്, ഫുൾ ദൂരം എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു, 250 മീറ്റർ ആണ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എത്ര എടുത്തു, എയിൽ ബി കൂടെ സിയിലെത്താനായിട്ട് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്, 80 സെക്കൻഡ്സ് എടുത്തു. ഇത് മീറ്ററിലും ഇത് സെക്കൻഡ്സിലും ആണ്, അത് ഓർത്തിരിക്കുക. അങ്ങനെയാണ് ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 25നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 3.12 ആണ്. സിമ്പിൾ ഡിവിഷൻ ചെയ്താൽ മതി. 3.12 എന്ന് എഴുതിയാൽ മതിയോ, സ്പീഡല്ലേ ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് എന്നും കൂടെ എഴുതുക. അപ്പോൾ അതിൻ്റെ ആൻസറായി. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഇത് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണേ, ചിലപ്പോൾ ചോദിക്കും. ആവറേജ് സ്പീഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഗീവ് റീസൺ, കാരണം എഴുതുക. എന്താണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, പ്രോപ്പർലി എർത്ത് ചെയ്യാത്ത ലൈറ്റ്നിങ് റോഡ്സ് ഡേഞ്ചറസ് ആണ് എന്നാണ് നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ്. ലൈറ്റ്നിങ് കണ്ടക്ടേഴ്സ് വിച്ച് ആർ നോട്ട് പ്രോപ്പർലി എർത്ത് ആർ ഡേഞ്ചറസ് ടു ദ ബിൽഡിംഗ്. എന്താ പറഞ്ഞിരിക്കുന്നത്, നല്ല രീതിയിൽ എർത്ത് ചെയ്യാത്ത മിന്നൽ രക്ഷാചാലകങ്ങൾ ആ ബിൽഡിങ്ങിന് ദോഷമാണ് എന്നാണ് നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ്. അതിനെ നമുക്ക് റീസൺ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കാരണം എന്താണെന്ന് എഴുതണം. എന്താ കാരണം, ഇത്രേ ഉള്ളൂ, നല്ല രീതിയിൽ എർത്ത് ചെയ്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും, ഇത് നമ്മുടെ ബിൽഡിങ്ങും നമ്മളെപ്പോഴും വരയ്ക്കുന്ന പടമാണ്, ഇത് നമ്മുടെ ലൈറ്റ്നിങ് കണ്ടക്ടിങ് റോഡും ആണെങ്കിൽ എന്താ പറയുന്നത്, സാധാരണ രീതിയിൽ മിന്നൽ ഇതിനെ തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ആ ഇലക്ട്രിസിറ്റി താഴെ ഗ്രൗണ്ടിലേക്ക് പോകേണ്ടതാണ്. ഇത് കറക്റ്റായി ഒന്നും ഗ്രൗണ്ട് ചെയ്തിട്ടില്ല, നല്ല രീതിയിൽ ഭൂമിയിലേക്ക് ബറി ചെയ്തിട്ടില്ല എങ്കിൽ ഈ കണ്ടക്ടിങ് റോഡിലെത്തിയ ആ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഈ ബിൽഡിങ്ങിലേക്ക് വരാനും ബിൽഡിംഗ് നശിച്ചു പോകാനും കാരണമാകും. അതാണ് അതിൻ്റെ കാരണം. ഓക്കെ, അടുത്തതായിട്ട് ഇതേപോലെ 4 സ്റ്റേറ്റ്മെൻറ്റുകൾ വീണ്ടും പറഞ്ഞിട്ടുണ്ട് അടുത്ത ചോദ്യത്തിൽ. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് ഇതിലേതൊക്കെയാണ് ഫ്രിക്ഷൻ്റെ, ഘർഷണത്തിൻ്റെ അഡ്വാൻറ്റേജ് ഏതൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജ് ഏതൊക്കെയാണ്, ഘർഷണം കൊണ്ടുണ്ടാകുന്ന പ്രയോജനങ്ങൾ ഏതൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജ് അതുകൊണ്ടുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഏതൊക്കെയാണ്. അപ്പോൾ എന്താ, ഹോൾഡിംഗ് ഒബ്ജക്റ്റ്, നമുക്കൊരു ഒബ്ജക്റ്റിനെ ഇങ്ങനെ കൈ പിടിക്കാൻ പറ്റുന്നു, അത് ആ കൈയും ഒബ്ജക്റ്റും തമ്മിലുള്ള ഫ്രിക്ഷൻ കാരണമാണ്. അത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണോ ഡിസഡ്വാൻറ്റേജ് ആണോ, അഡ്വാൻറ്റേജ് അല്ലേ, അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ അതതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. വിയർ ആൻഡ് ടിയർ ഓഫ് ടയേഴ്സ്, വണ്ടികളുടെ ടയറുകൾ എന്താണ്, ഫ്രിക്ഷൻ കൂടി തേയ്മാനം വന്ന് ചീത്തയായി പോകുന്നു, വിയർ ആൻഡ് ടിയർ സംഭവിക്കുന്നു, അത് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് അല്ലേ, അപ്പോൾ അത് ഡിസഡ്വാൻറ്റേജ് ആണ്. വിയറിങ് ഔട്ട് ഓഫ് മെഷീൻ പാർട്സ്, മെഷീനുകളുടെ യന്ത്രങ്ങളുടെ പാർട്ടുകളൊക്കെ ഇതേപോലെ ദ്രവിച്ചും ചീത്തയായും ഒക്കെ പോകുന്നു ഫ്രിക്ഷൻ കാരണം, അതും അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് അല്ലേ. വാക്കിംഗ് ഓൺ ഫ്ലോർ, നമുക്ക് ഫ്ലോറിൽ കൂടെ നടന്നു പോകാനായിട്ട് സാധിക്കുന്നു, അതതിൻ്റെ അഡ്വാൻറ്റേജ് അല്ലേ, ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടല്ലേ നടന്നു പോകാൻ പറ്റുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് അഡ്വാൻറ്റേജ്, ഇത് രണ്ടും ഡിസഡ്വാൻറ്റേജ് ആണ്. ഇതിങ്ങനെ മാത്രമല്ലാതെ വെറുതെ നമ്മളോട് വേണമെങ്കിൽ ചോദിക്കാം, ഫ്രിക്ഷൻ്റെ 2 അഡ്വാൻറ്റേജ് എഴുതുക അല്ലെങ്കിൽ ഫ്രിക്ഷൻ്റെ 2 ഡിസഡ്വാൻറ്റേജ് എഴുതുക എന്നും ചോദിക്കാം. അപ്പോൾ നമ്മളിത് ഓർത്ത് വെച്ചുകൊണ്ട് പോയിട്ട് അത് എഴുതണം. ഓക്കെ, അടുത്തത് നല്ലൊരു ക്വസ്റ്റനാണ്. കണ്ടോ, ഇതേപോലൊരു ടേബിൾ തന്നിരിക്കുക, എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് നടത്തി, അതിൻ്റെ ഒബ്സർവേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഡാഷ് ഇട്ടിരിക്കുന്നിടത്ത് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് നമ്മളോട് ഒന്നാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റൻ ആ ഡാഷ് ഫില്ല് ചെയ്യാൻ, ഈ ടേബിൾ ഫില്ല് ചെയ്യാനാണ്. എന്തൊക്കെ തന്നിട്ടുണ്ട്, ലെങ്ത് ഓഫ് പെൻഡുലം, പെൻഡുലത്തിൻ്റെ നീളം തന്നിട്ടുണ്ട്. പെൻഡുലം എന്ന് പറയുമ്പോൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് നമ്മൾ പഠിച്ചതാണേ, അതൊക്കെ പഠിച്ചു എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ പറയുന്നത്. ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നു. അതിൻ്റെ ലെങ്ത് ഓഫ് ദ പെൻഡുലം തന്നിട്ടുണ്ട്. അത് 100 ആയിരുന്നപ്പോൾ നമ്പർ ഓഫ് ഓസിലേഷൻസ്, ദോലനങ്ങളുടെ എണ്ണം 10 ആയിരുന്നു. എത്ര സമയത്ത്, സെക്കൻഡിൽ തന്നിരിക്കുന്നു, ടൈം സെക്കൻഡിൽ തന്നിരിക്കുന്നു. 20 സെക്കൻഡ് ഇതേപോലെ നമ്മൾ ആട്ടി വിട്ടപ്പോൾ 10 ദോലനങ്ങൾ ഉണ്ടായി. 100 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള പെൻഡുലം എടുത്തപ്പോൾ. മനസ്സിലായല്ലോ. രണ്ടാമത് ഒന്നുകൂടെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തു. 100 അല്ലാണ്ട് 40 സെൻറ്റിമീറ്റർ മാത്രമുള്ള, കുറഞ്ഞു, ഇത്രേ ഉള്ളൂ, ചെറിയൊരു പെൻഡുലം എടുത്തു. ഇത് ഇത്രയില്ല, അങ്ങനെയുള്ളൊരു കുഞ്ഞു പെൻഡുലം എടുത്തിട്ട് 25 സെക്കൻഡ് ആട്ടിയപ്പോൾ, 25 സെക്കൻഡ് നമ്മൾ ഇതിനെ ഓസിലേറ്റ് ചെയ്യിച്ചപ്പോൾ എത്ര ഓസിലേഷൻസ് ഉണ്ടായി, 20 ഓസിലേഷൻസ്. 20 ആയിരുന്നു ദോലനങ്ങളുടെ എണ്ണം. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് ഫ്രീക്വൻസിയാണ് ഓരോ കേസിലും. നമുക്കറിയാം ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻസ് ഉണ്ടായി എന്നുള്ളതാണ് ഫ്രീക്വൻസി. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്, ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ ഉണ്ടായെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഡിവൈഡഡ് ബൈ ടൈം എടുക്കണം. നമ്പർ ഓഫ് ഓസിലേഷൻസ് ഡിവൈഡഡ് ബൈ ടൈം എടുക്കണം. അപ്പോൾ ഫസ്റ്റ് കേസിൽ, ഏറ്റവും ആദ്യത്തെ കേസിൽ ഞാൻ ഫോർമുല നമ്പർ ഓഫ് ഓസിലേഷൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. അപ്പോൾ നമ്മൾ ഫോർമുല എഴുതുന്നില്ല. നമ്പർ ഓഫ് ഓസിലേഷൻസ് ആദ്യത്തെ കേസിൽ എത്രയാണ്, 10 ആണ്. ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ്, 20 ആണ്. അത് എത്രയാണ്, 1/2. 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ് അതിൻ്റെ ആൻസർ. എന്താ ഫ്രീക്വൻസിയുടെ യൂണിറ്റ്, ഹേർട്സ് എന്നുള്ളതാണ് യൂണിറ്റ്. ക്യാപിറ്റൽ H സ്മോൾ z എഴുതി കഴിയുമ്പോൾ അതിൻ്റെ യൂണിറ്റായി. അപ്പോൾ ആദ്യത്തിൻ്റെ ആൻസർ എന്താണ്, 0.5 ഹേർട്സ് നമ്മൾ എഴുതിയ ആൻസറായിട്ട്.
രണ്ടാമത്തെ ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കും? അവിടെയും നമ്പർ ഓഫ് ഓസിലേഷൻസ് 20 ആണ്, ഡിവൈഡഡ് ബൈ അതിൻ്റെ ടൈം 25 ആണ്. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? നമ്മൾക്ക് 5 കൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 4 ഡിവൈഡഡ് ബൈ 5 എന്ന് വരുന്നു. 4/5 എന്ന് പറഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0.8 എന്ന് കിട്ടുന്നു. 0.8 ഹേർട്സ് ആണ് രണ്ടാമത്തെ കേസിൻ്റെ ആൻസർ. മനസ്സിലായല്ലോ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന്? നമ്പർ ഓഫ് ഓസിലേഷൻസ് ഡിവൈഡഡ് ബൈ ടൈം എടുക്കുക. ഇനി ഇതിൻ്റെ ബി പാർട്ട്, രണ്ടാമതൊരു ചോദ്യം കൂടിയുണ്ട്. റിലേഷൻ ബിറ്റ്വീൻ ഫ്രീക്വൻസി ആൻഡ് ലെങ്ത് ഓഫ് ദ പെൻഡുലം. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഫ്രീക്വൻസിയും ഈ ലെങ്ത് ഓഫ് ദ പെൻഡുലവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എഴുതുക. ഈ ടോപ്പിക്കിൻ്റെ വീഡിയോ കണ്ട് പഠിച്ചവർക്ക് അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതേപോലെ പെൻഡുലം, ഇതിൻ്റെ ലെങ്ത് ഓഫ് ദ പെൻഡുലം ആയിട്ടുള്ള ബന്ധം പഠിക്കാനായിട്ട് നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? നമ്മളൊരു ഊഞ്ഞാലാടുന്നതിൻ്റെ കേസ് പഠിച്ചു. വലിയൊരു മരത്തിൽ കെട്ടിയ ഊഞ്ഞാൽ, അതെന്ന് പറയുമ്പോൾ എന്താ, നല്ല നീട്ടമുണ്ട്, അതന്നല്ലേ? ആ ഊഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം ആടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നല്ല ആഴത്തിൽ ആടാൻ പറ്റും. പക്ഷേ ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നമ്പർ ഓഫ് ടൈംസേ അങ്ങോട്ടും ഇങ്ങോട്ടും ആകാൻ പറ്റുള്ളൂ. കാരണം ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലാൻ തന്നെ നല്ല സമയമെടുക്കും, അവിടെ നിന്ന് ഇങ്ങോട്ട് ചെല്ലാനും നല്ല സമയമെടുക്കും. അതേസമയം ഒരു പാർക്കിലെ കുഞ്ഞു ഊഞ്ഞാൽ, അതായത് ലെങ്ത് കുറഞ്ഞ ഒരു ഊഞ്ഞാലാണെങ്കിൽ പെട്ടെന്ന് ടക്കേന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ആടി പോകാനായിട്ട് പറ്റും. അതായത് ഓസിലേഷൻ കൂടുതലാണ്, അതായത് ഫ്രീക്വൻസി കൂടുന്നത് എപ്പോഴാണ്? ആ ലെങ്ത് കുറയുമ്പോൾ ദോലനങ്ങളുടെ എണ്ണം കൂടുന്നു, അതായത് ഫ്രീക്വൻസി കൂടുന്നു. ലെങ്ത് കൂടി വലിയ ഒരു ഊഞ്ഞാലാവുമ്പോൾ ദോലനങ്ങളുടെ എണ്ണം കുറയുന്നു, അതായത് ഫ്രീക്വൻസി കുറയുന്നു. അങ്ങനെ നമുക്ക് ഓൾറെഡി പഠിച്ചത് വെച്ച് പറയാം. അതല്ലെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കും, ഇവിടുന്ന് 0.5 നിന്ന് 0.8 ആയി, അതായത് ഫ്രീക്വൻസി കൂടി. എപ്പോൾ? ഈ ലെങ്ത് ഓഫ് ദ പെൻഡുലം കുറഞ്ഞപ്പോൾ. 100 നിന്ന് 40 സെൻറ്റിമീറ്റർ ആക്കിയപ്പോൾ 0.5 നിന്ന് 0.8 ആയി. ഇതിന് എന്ത് മനസ്സിലാക്കാം? ലെങ്ത് ഓഫ് ദ പെൻഡുലം കൂട്ടി കൊണ്ടുവരുവാണെങ്കിൽ ഫ്രീക്വൻസി കുറഞ്ഞു വരും. അഥവാ ലെങ്ത് ഓഫ് ദ പെൻഡുലം കുറച്ച് കൊണ്ടുവരുവാണെങ്കിൽ ഫ്രീക്വൻസി കൂടി വരും. അതായത് ലെങ്ത് ഓഫ് ദ പെൻഡുലവും പിന്നെ അതിൻ്റെ ഫ്രീക്വൻസിയും തമ്മിൽ ഒരു ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ റിലേഷൻ ആണ് ഉള്ളതെന്ന് മനസ്സിലാക്കാം. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ റിലേഷൻ എന്ന് എഴുതിയാൽ മതി. അതല്ലെങ്കിൽ എഴുതാം ലെങ്ത് ഓഫ് ദ പെൻഡുലം കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും, കുറച്ച് കഴിഞ്ഞാൽ കൂടും എന്ന് എഴുതുക. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യനിൽ എബണൈറ്റ് റോഡും വൂളും കൂടെ റബ്ബ് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ ഒന്നാമത്തെ പാർട്ടായിട്ട് ചോദിച്ചിരിക്കുന്നു, ഇതിൽ ഏത് വസ്തുവിനാണ് നെഗറ്റീവ് ചാർജ്, ഏതാണ് പോസിറ്റീവ് ചാർജ് എന്ന് ചോദിച്ചിരിക്കുന്നു. ഇത് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിളാണ്, നമ്മൾ പഠിച്ച എക്സാമ്പിളാണ്. അപ്പം ടെക്സ്റ്റ് ബുക്കിൽ 3 എക്സാമ്പിളോ മറ്റോ ഓൾറെഡി ആ ടേബിളിൽ തന്നിട്ടുണ്ട്, നമ്മൾ വീഡിയോയിൽ നോക്കിയതാണ്. അപ്പോൾ അത് മാത്രം ഒന്ന് പഠിച്ചു വെച്ചേക്കണം, അതൊന്നും കാണാതെ പഠിച്ചു വെച്ചാൽ മതി. എപ്പോഴും വൂളിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. എബണൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈലി നെഗറ്റീവ് ഇലക്ട്രോൺസിനെ നന്നായി എടുക്കുന്നതാണ്, വൂളാണെങ്കിൽ പെട്ടെന്ന് ഇലക്ട്രോൺസിന് വിട്ടു കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എബണൈറ്റ് റോഡ് നെഗറ്റീവും വൂൾ പോസിറ്റീവുമാണ് ആവുന്നത്. അപ്പോൾ ആ 3 എക്സാമ്പിൾസ് മാത്രം ഒന്ന് ഇതേപോലെ പഠിച്ചു വെച്ചേക്കുക. അതല്ലാണ്ട് കൂടുതൽ എക്സ്ട്രാ ആയിട്ടൊന്നും ചോദിച്ചിട്ട് ഏത് പോസിറ്റീവ് ആകുമോ ഏത് നെഗറ്റീവ് ആകുമോ അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല. അടുത്തത് ഇതിൻ്റെ ബി പാർട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഈ എബണൈറ്റ് റോഡിനെ എർത്ത് ചെയ്താൽ എന്ത് സംഭവിക്കുന്നു? അഥവാ എബണൈറ്റ് റോഡിനെ എർത്ത് ചെയ്താൽ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ എങ്ങനെ പോകും എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. എബണൈറ്റ് റോഡ് ഇതാണല്ലോ, അതിന് എന്ത് ചാർജുണ്ട്? നെഗറ്റീവ് ചാർജാണ് ഇവിടെ അക്യുമുലേറ്റ് ആയി ഇരിക്കുന്നത്, നെഗറ്റീവ് ചാർജാണ് ഉള്ളത്. എന്നിട്ട് നമ്മൾ ഇതിനെ എർത്ത് ചെയ്യുക, ഒരു കണ്ടക്റ്റിംഗ് വയർ വെച്ച് കണക്ട് ചെയ്ത് ഭൂമിയിലേക്ക് എർത്ത് ചെയ്ത് വിടുക. നെഗറ്റീവ് ആയിട്ടുള്ളൊരു ബോഡിയെ എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ന്യൂട്രലൈസ് ആകും. നെഗറ്റീവായ ബോഡിക്ക് ന്യൂട്രൽ ആകണമെങ്കിൽ ഇലക്ട്രോൺസിനെ വിട്ടു കൊടുക്കുക ചെയ്യേണ്ട. എക്സസ് ഇലക്ട്രോൺസ് കയ്യിൽ ഇരിക്കുന്നതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇലക്ട്രോൺസിനെ വിട്ടു കൊടുക്കും. എന്ത് ചെയ്യും? ഇതിൻ്റെ കയ്യിലിരിക്കുന്ന എക്സസ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എല്ലാം ഭൂമിയിലേക്ക് ഒഴുകിപ്പോകും. അപ്പം ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? എബണൈറ്റ് റോഡിനെ എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ഭൂമിയിലേക്ക് ഒഴുകിപ്പോകും. ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയിൻ്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? റോഡിൽ നിന്ന് എർത്തിലേക്കായിരിക്കും. അതൊന്ന് കാണിച്ചേക്കുക. അപ്പോൾ അതിൻ്റെ ആൻസറായി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ഇതേപോലെ ഒരു റേ ഡയഗ്രം തന്നിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ റേ ഡയഗ്രത്തിനെ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ്. ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി, എല്ലാ റേ ഡയഗ്രവും നന്നായിട്ട് പഠിച്ചിട്ട് പോകണേ. അങ്ങനെയാണെങ്കിൽ ഇതേപോലെ ഏത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റണം. ഇപ്പോൾ നമുക്കറിയാം ഒരു കോൺവെക്സ് മിററിൻ്റെ റേ ഡയഗ്രമാണ് ഇവിടെ തന്നേക്കുന്നത്. ഇമേജ് ഇവിടെ ഒബ്ജക്റ്റ് ഇവിടെ വെച്ചിരിക്കുന്നു. നമ്മൾക്ക് ഇമേജിനെ വരച്ച് കാണിക്കണം. അതിന് വേണ്ടി നമുക്കറിയാം ആദ്യമായിട്ട് എങ്ങനെ വരയ്ക്കണം? ഫോക്കസിലൂടെ പാസ് ചെയ്യുന്നത് പോലെ ആയിരിക്കും ആദ്യത്തെ ലൈറ്റ് റേ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്. ഇങ്ങനെ നമ്മൾ പഠിച്ച കാര്യം, അപ്പോൾ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. രണ്ടാമതൊരു ലൈറ്റ് റേ നമ്മൾ എങ്ങനെ വരയ്ക്കുന്നു? ഇവിടെ നിന്ന് ഈ ഒബ്ജക്റ്റിൽ നിന്ന് സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്ക് പാസ് ചെയ്ത് പോകുന്നത് പോലെയുള്ള ഒരു ലൈറ്റ് റേ നമ്മൾ വരയ്ക്കുന്നു. കണ്ടോ? ഇതേപോലെ ഒരു ലൈറ്റ് റേ നമ്മൾ അങ്ങോട്ട് വരച്ചു, അതിനെ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ സെൻറ്റർ ഓഫ് കർവേച്ചറിലാണ് എത്തുന്നത്. അപ്പോൾ അത് ഏത് പാത്തിൽ റിഫ്ലക്റ്റ് ചെയ്ത് പോകും? അതേ പാത്തിൽ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് പോകും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കൂട്ടിമുട്ടിയ ഈ പോയിന്റിൽ നമുക്ക് ഇതേപോലെ ഒരു കുഞ്ഞ് ഇമേജ് ഫോം ചെയ്യുന്നു. അപ്പം ക്വസ്റ്റ്യൻ്റെ ആദ്യത്തെ പാർട്ട്, അതായത് കംപ്ലീറ്റ് ദ റേ ഡയഗ്രാം എന്നുള്ളത് നമ്മൾ വരച്ചു തീർത്തു. അടുത്ത പാർട്ട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്, ഈ ഫോം ചെയ്ത ഈ ഇമേജിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് എഴുതണം. ഒന്നാമത് എന്തെഴുതാം?
ഈ ഉണ്ടായിരിക്കുന്ന ഇമേജ് ഒരു ഇറക്റ്റ് ഇമേജ് ആണല്ലോ, നിവർന്നു നിൽക്കുന്ന ഇമേജ് ആണല്ലോ. കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ? അതൊന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്, ഇതിൻ്റെ വലിപ്പം എങ്ങനെയാണ്? വസ്തുവിനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ വലിപ്പം കുറച്ചുകൂടെ കുറവാണ് ഇമേജിൻ്റെ. അതുകൊണ്ട് അതൊരു ഡിമിനിഷ്ഡ്, വളരെ ചെറുതായ ഒരു ഇമേജാണ്. മൂന്നാമത് എന്താണ്? ഈ ഇമേജ് വെർച്വൽ ആണോ റിയൽ ആണോ? അത് നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? എന്താ, മിഥ്യയാണോ യഥാർത്ഥമായ ഇമേജ് ആണോ? ഈ മിററിൻ്റെ പുറകിലല്ലേ ഉണ്ടായിരിക്കണം, അതുകൊണ്ട് അതൊരു വെർച്വൽ ഇമേജ് ആണെന്ന് മനസ്സിലാക്കാം. വെർച്വൽ ഇമേജാണ് ഉണ്ടാക്കി കിട്ടിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിൽ ഇതേപോലെ ഒരു പടം തന്നിരിക്കുകയാണ്. എന്നിട്ട് ചോദിച്ചിരിക്കണം ഐഡൻറ്റിഫൈ ദിസ് പിക്ചർ. ഇതെന്താണ്? ഇതൊരു ഇലക്ട്രോസ്കോപ്പാണ്. ഓക്കെ. ഇനി രണ്ടാമത്തെ ബി പാർട്ട് എന്താ? ഇതിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് എഴുതുക. എന്തൊക്കെയാണ് ഇതിൻ്റെ യൂസസ്? ഒന്നാമത്തെ യൂസസ് എന്താ അറിയാമോ? ശ്രദ്ധിച്ചിരിക്കണം. ഡിറ്റക്റ്റിംഗ് പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഒരു ബോഡിക്ക് ഇലക്ട്രിക് ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യുക, അതായത് ഒരു ബോഡിക്ക് ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ഇലക്ട്രോസ്കോപ്പിൻ്റെ ഉദ്ദേശം. ഓക്കെ. രണ്ടാമത്തെ ഒരു ഉപയോഗം കൂടി ഇലക്ട്രോസ്കോപ്പ് കൊണ്ട് ഉണ്ടാകുന്നത് എന്താ അറിയാമോ? എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ചാർജ് കൂടുതലാണോ കുറവാണോ എന്ന് അത്യാവശ്യം നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എത്രത്തോളം ഉണ്ടെന്ന് കറക്റ്റ് കൂളംബ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ഭയങ്കര ഒത്തിരി ചാർജ്ഡ് ആയ ബോഡി ആണെങ്കിലോ, ഇവിടെ ഈ അലുമിനിയം ഫോയിലിൽ നമുക്ക് ഒത്തിരി ചാർജ് കിട്ടും. അപ്പോൾ ഇത് ഡൈവേർജായി ഭയങ്കരമായിട്ട് അങ്ങ് അകന്ന് വികസിച്ച് നിൽക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഓ നല്ല ചാർജുള്ള ഒരു ബോഡിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എവിടെയെന്ന് മനസ്സിലാക്കാം. അതേസമയം അത്ര ചാർജ് ഇല്ല, ഒരു ശക്കലം ചാർജ് മാത്രമുള്ള ഒരു ബോഡി എവിടെ കൊണ്ടുവന്നിരിക്കുന്നെങ്കിലോ ഇവിടെ അത്രയും ചാർജില്ല, വളരെ കുറച്ച് ചാർജേ ഉള്ളൂ. അപ്പോൾ ഈ അലുമിനിയം പ്ലേറ്റിലും അതേപോലെ ശകലം കുറച്ച് ചാർജേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതൊരു ശക്കലം ഒന്ന് റിപ്പൽ ചെയ്യും, ഒരു ഇച്ചിരി ഒന്ന് അകന്ന് നിൽക്കും, അത്രേ കാണുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു റിലേറ്റീവ് എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് വേണമെങ്കിൽ ആ ഒരു പോയിന്റ് എഴുതാം, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഇത് മാത്രം എന്തായാലും എഴുതി വെക്കണം. ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഒരു ബോഡിയിൽ ഇലക്ട്രിക് ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് നമുക്ക് ഇലക്ട്രോസ്കോപ്പ് ഉപയോഗിക്കാൻ കഴിയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇതിൻ്റെ സി പാർട്ടിലെ ക്വസ്റ്റ്യൻ, ഇഫ് എ നെഗറ്റീവ്ലി ചാർജ്ഡ് ഒബ്ജക്റ്റ് ഇസ് ബ്രോട്ട് നിയർ ദ മെറ്റൽ സ്ഫിയർ ഓഫ് ദ ഡിവൈസ്. അങ്ങനെയാണെങ്കിൽ ചാർജ് ഓൺ ദ മെറ്റൽ സ്ഫിയർ എന്താണ്? മെറ്റൽ ലീവ്സിൻ്റെ ചാർജ് എന്താണ്? ചോദ്യം ഇതാണ്. നെഗറ്റീവായ ചാർജ് ഉള്ള ഒരു ബോഡി, നെഗറ്റീവ് ചാർജാണ് ഇത്. ഈ മെറ്റൽ സ്ഫിയറിൻ്റെ, ഇതിൻ്റെ മെറ്റൽ സ്ഫിയർ എന്ന് പറഞ്ഞാൽ മുകളിലുള്ള ഈ ഒരു സ്ഫിയറാണ്. മെറ്റൽ സ്ഫിയറിൻ്റെ അരികിൽ കൊണ്ടുവരുന്നു. എന്നാൽ മുട്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കോൺടാക്റ്റ് ഇല്ല. അരികിൽ വരെ കൊണ്ടുവരുന്നതായിട്ട് പറഞ്ഞിരിക്കണം. എന്നിട്ട് ചോദിച്ചിരിക്കണോ, അങ്ങനെ അരികിൽ വരെ കൊണ്ടുവരികയാണെങ്കിൽ മെറ്റൽ സ്ഫിയറിൽ എന്ത് ചാർജ് വരും? ഈ മെറ്റൽ പ്ലേറ്റുകളിൽ എന്ത് ചാർജ് വരും? എന്ത് ചാർജ് വരും? ഇത് കോൺടാക്ട് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ എന്താ? ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ ആണല്ലോ അവിടെ വരുന്നത്. ഇൻഡക്ഷൻ വഴി എന്ത് ചാർജാണ് ഫോം ആവുന്നത്? നെഗറ്റീവ് ഇവിടെയാണ്. അപ്പോൾ ആ നെഗറ്റീവ് ഇവിടെ വന്നതുകൊണ്ട് ഇലക്ട്രോൺസ് എല്ലാം റിപ്പൽ ചെയ്ത് താഴേക്ക് പോയി താഴെ നെഗറ്റീവ് ചാർജ് വരും. നെഗറ്റീവിനോട് അട്രാക്ട് ചെയ്ത് പോസിറ്റീവ് അല്ലേ വരുന്നത്? അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. ഇതിന് എന്ത് മനസ്സിലാക്കാം? മെറ്റൽ സ്ഫിയറിന് പോസിറ്റീവ് വരും, മെറ്റൽ പ്ലേറ്റുകൾക്ക് നെഗറ്റീവ് വരും. മനസ്സിലായല്ലോ? അടുത്തത് ഈ റിലേഷൻ വെച്ചിട്ട് ഫില്ല് ചെയ്യാനായിട്ടുള്ളത്. ഒന്ന്, ഫ്ലൂട്ടിന് എയർ കോളം എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഫ്ലൂട്ടിന്, ഓടക്കുഴലിന് വായു യൂപം എന്ന് തന്നിട്ടില്ലേ? അതാണ് ഗിവൺ ആയിട്ടുള്ളത്. എന്നിട്ട് ഇത് മൂന്നെണ്ണം കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ ചെണ്ടയ്ക്ക് എന്താണ്, വയലിന് എന്താണ്, ലാരിങ്സിന് എന്താണ്? ഇതെന്താ ഇവർ തമ്മിലുള്ള ബന്ധം? ഫ്ലൂട്ടിന് എയർ കോളം അല്ലെങ്കിൽ വായു യൂപം എന്ന് പറയുന്നത് എന്താ? നമ്മളൊരു ടേബിളിലുണ്ട് നമ്മുടെ ബുക്കിൽ. ഫ്ലൂട്ടിൽ അല്ലെങ്കിൽ ഇതിൽ ഓരോന്നിലും മെയിനായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മളൊരു ചെണ്ട ഒരു വടി കൊണ്ട് കൊട്ടിയിട്ടുണ്ടെങ്കിലും ഏറ്റവും മെയിനായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന പാർട്ടും ഉണ്ട്, പിന്നെ ആ ചെണ്ടയുടെ ആ ബോഡിയും ഒക്കെ ചെറുതായിട്ട് വൈബ്രേറ്റ് ചെയ്യും. ഫ്ലൂട്ട് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലെ എയർ കോളം, ആ വായു യൂപവും വൈബ്രേറ്റ് ചെയ്യും, ആ ഫ്ലൂട്ടിൻ്റെ ആ ഒരു സിലിണ്ടർ ഉണ്ടല്ലോ അതും വൈബ്രേറ്റ് ചെയ്യും. പക്ഷേ മെയിൻ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന പാർട്ടാണ് ഏറ്റവും കൂടുതൽ ശബ്ദം പുറപ്പെടുവിക്കുന്നത്. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഫ്ലൂട്ടിന് എയർ കോളമാണ് മെയിനായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന പാർട്ട്. ചെണ്ടയ്ക്ക് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ്? ആ മെംബ്രെയിനാണ്, അഥവാ അതിൻ്റെ ആ തോലുണ്ടല്ലോ വലിച്ചു കെട്ടിയിരിക്കുന്നത്, അതാണ് ചെണ്ടയുടെ മെയിൻ വൈബ്രേറ്റിംഗ് പാർട്ട്. അപ്പോൾ മെയിൻ വൈബ്രേറ്റിംഗ് പാർട്ട് ഏതാണെന്നായി ചോദിച്ചേക്കുന്നത്. വയലിനാണെങ്കിലോ സ്ട്രിങ് ആണ്, അതിൻ്റെ തന്ത്രികൾ, വയലിൻ്റെ തന്ത്രികളുണ്ടല്ലോ ആ കമ്പികൾ, അതാണ് അതിൻ്റെ മെയിൻ വൈബ്രേറ്റിംഗ് പാർട്ട്. ലാരിങ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ തൊണ്ടയിലുള്ള, നമ്മുടെ തൊണ്ടയിലൊരു ഓർഗനാണ്. അപ്പോൾ അവിടുത്തെ മെയിൻ വൈബ്രേറ്റിംഗ് പാർട്ട് ഏതാണ്? വോക്കൽ കോഡാണ്, സ്വനതന്തു, അതാണ് അതിനകത്ത് മെയിൻ വൈബ്രേറ്റിംഗ് പാർട്ട്. മനസ്സിലായല്ലോ? ഡിസ്റ്റൻസ് സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ക്വാണ്ടിറ്റിയാണ്. സ്പീഡ് സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്, വെലോസിറ്റി വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ആ ചാപ്റ്ററിൽ നിന്നൊക്കെ വെക്ടർ സ്കെയിലറും ഏതാണെന്ന് പഠിച്ചിരിക്കണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സ് എന്നുള്ള ചാപ്റ്ററിൽ ഏതാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി, ഏതാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി, അങ്ങനെയുള്ള പോയിൻറ്റ്സും ഇതേപോലെ റിലേഷൻ തന്നിട്ട് ചോദിക്കും. അപ്പോൾ അതുമൊക്കെ നമ്മളൊന്ന് നോക്കിയേക്കണം. റിലേഷൻ കണ്ടുപിടിക്കാനുള്ളതിൽ അടുത്തത് എന്താണ്? എളുപ്പമുള്ള കാര്യമാണ്. പിച്ച്, സ്ഥായി, അത് ഫ്രീക്വൻസി ആയിട്ട് റിലേറ്റഡ് ആണ്. എന്താണത്? ആവൃത്തിയായിട്ട് റിലേറ്റഡ് ആണ്, പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലൗഡ്നെസ് അഥവാ ഉച്ചത എന്തായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഫ്രീക്വൻസി കൂടുമ്പോൾ പിച്ച് കൂടും, ഫ്രീക്വൻസി കുറയുമ്പോൾ പിച്ച് കുറയും. ലൗഡ്നെസ് അതേപോലെ എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ആംപ്ലിറ്റ്യൂഡുമായിട്ടാണ്. ആംപ്ലിറ്റ്യൂഡ് അഥവാ ആയതീയമായിട്ടാണ് ഇതേപോലെ ലൗഡ്നെസ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്.
അടുത്ത ചോദ്യം ശ്രദ്ധിക്കണേ. ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എ മാഗ്നറ്റ്. ഒരു കാന്തത്തിനകത്തെ കാന്തിക ബലരേഖയുടെ ദിശ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നു. ഇതൊരു മാഗ്നറ്റ്, ഇവിടെ ഒരു നോർത്ത്, ഇവിടെ ഒരു സൗത്ത് ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ കാന്തിക ബലരേഖ അഥവാ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ നമുക്കറിയാം, അത് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പോകും. എവിടെ? കാന്തത്തിന് പുറത്ത്, മാഗ്നറ്റിന് പുറത്ത്. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിൻ്റെ അകത്ത് എങ്ങോട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാഗ്നറ്റിൻ്റെ അകത്ത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ ആയിരിക്കും, സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് പോകും. അത് മനസ്സിലായി? ഇതേപോലെ ഒരു സർക്കിൾ പോലെയാണ് അത് വരുന്നത്. അതായത് പുറത്ത് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യും, ഉള്ളിൽ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് മൂവ് ചെയ്യും. കിട്ടുന്നില്ലേ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു വരി തന്നെയാണ്, അതാണ് അവിടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? സൗത്ത് ടു നോർത്ത് ആണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇൻസൈഡ് ദ മാഗ്നറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അറിയാതെ പെട്ടെന്ന് തന്നെ ഡയറക്ഷൻ ചോദിക്കുമ്പോൾ നോർത്ത് ടു സൗത്ത് എന്ന് എഴുതി കഴിഞ്ഞാൽ അത് തെറ്റും. സ്ഫെറിക്കൽ മിറേഴ്സിൻ്റെ ചാപ്റ്ററിൽ നിന്ന് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അതായത് റേഡിയസ് ഓഫ് കർവേച്ചർ, വക്രത ആരം 20 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളോട് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കും. ഫോക്കൽ ദൂരം കണ്ടുപിടിക്കാൻ ചോദിക്കുമ്പോൾ എന്ത് പറയണം? ഈ റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ പകുതി എടുക്കുക, ജസ്റ്റ് പകുതി എടുക്കുക, അതായിരിക്കും ഫോക്കൽ ലെങ്ത് 10 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. സിമ്പിളായിട്ടുള്ള കാര്യം അതുമൊക്കെ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞേ ഉള്ളൂ. അടുത്ത ചോദ്യം ഗീവ് റീസൺ ആണ്. ഇതിൻ്റെ കാരണം എഴുതുക. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. എന്താ സ്റ്റേറ്റ്മെൻറ്റ്? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഈസ് നോട്ട് ഫോംഡ് ഇൻ മെറ്റൽസ്. ലോഹങ്ങളിൽ സ്ഥിതവൈദ്യുതി രൂപപ്പെടുന്നില്ല. ഇതിൻ്റെ കാരണം എന്താണെന്ന് എഴുതണം. എന്താ അതിൻ്റെ കാരണം? മെറ്റൽസ് എന്ന് പറയുന്നത് ഒരു ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ചാർജിൻ്റെ അക്യുമുലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആ ഭാഗത്ത് മാത്രമായി നിൽക്കുന്നില്ല. ഈ മെറ്റൽ ഒരു ഗുഡ് കണ്ടക്ടർ ആയതുകൊണ്ട് ഇറ്റ് അലൗസ് ദ ചാർജ് ടു ഫ്ലോ. അതിനെ ആ മെറ്റലിൻ്റെ ബോഡി മുഴുവനും ഫ്ലോ ചെയ്യാനായിട്ട്, ഒഴുകാനായിട്ട് അലൗ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് സ്പ്രെഡായി പോവുക ചെയ്യുന്നത്. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ആവാതെ ഒരു സ്ഥലത്ത് നിൽക്കണം. അപ്പോൾ അത് മെറ്റൽസിൽ സംഭവിക്കുന്നില്ല. മനസ്സിലായല്ലോ? ഇനി അൾട്രാസോണിക് സൗണ്ടിൻ്റെ 2 ഉപയോഗങ്ങൾ എഴുതാൻ പറഞ്ഞിരിക്കുന്നു. അൾട്രാസോണിക് എന്ന് പറയുമ്പം 20 കിലോ ഹെർട്സ്, നമ്മളിപ്പോൾ പഠിച്ചു കിലോ ഹെർട്സ് എന്ന് എഴുതാം, കെ ഹെർട്സ് എന്ന് എഴുതാം, 20,000 ഹെർട്സിന്. അപ്പം അതിന് മുകളിലേക്കുള്ള സൗണ്ട് മനുഷ്യന് കേൾക്കാൻ കഴിയില്ല. അതിൻ്റെ 2 യൂസസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ യൂസ് നമുക്ക് പറയാം സോണാറാണ്. നമ്മൾ നന്നായി വീഡിയോയിൽ പഠിച്ചതാണ്, അതുകൊണ്ട് അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോണാറാണ് ഒന്നാമത്തെ ഉപയോഗം. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എവിടെ ഉപയോഗിക്കുന്നു? ഷിപ്പുകളിലും സബ്മറൈനുകളിലും ഉപയോഗിക്കുന്നു. എന്തിനൊക്കെ ആയിട്ട്? നമ്മുടെ കടലിലേക്കുള്ള അടിത്തട്ടിലേക്കുള്ള ഡെപ്ത്, അതിൻ്റെ ആഴം കണ്ടുപിടിക്കാനായിട്ടും പിന്നെ അവർക്ക് മുന്നിലേക്ക് പോകാനും ഒക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. നന്നായി പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. വീഡിയോസ് നോക്കി പഠിക്കണം. ഇപ്പം നമ്മളെല്ലാം കൂടെ പറഞ്ഞാൽ നമ്മുടെ സമയം പോകും. രണ്ടാമത്തത് മെഡിക്കൽ ഡയഗ്നോസിസിൽ ഉപയോഗിക്കുന്നു. നമുക്കറിയാം അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ നമ്മൾ ചെയ്യുമല്ലോ. രോഗനിർണയത്തിനായിട്ട് മെഡിക്കൽ ഡയഗ്നോസിസിൽ, മെഡിക്കൽ ഫീൽഡിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് 2 ഉപയോഗങ്ങൾ അൾട്രാസോണിക് സൗണ്ടിൻ്റെ. അടുത്ത ചോദ്യം ഇതേപോലെ മാച്ച് ദ ഫോളോയിങ് ആണ്. ഇവിടെ ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ട്, അവിടെ യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. മാച്ച് ചെയ്യുക. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ. ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്താ? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. മാസ് ബൈ വോളിയം ആണല്ലോ, അങ്ങനെ. ലൗഡ്നെസ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ഡെസിബൽ. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്താണ്? ഹെർട്സ്. മാച്ച് ചെയ്തു. ഇത്രയേ ഉള്ളൂ ആൻസർ. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഈ ടേമിൽ നമ്മൾ പഠിച്ചത് സൗണ്ടും സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററാണ് ഫിസിക്സിൽ നിന്ന്. പക്ഷേ ഇതിന് മുന്നിലേക്കുള്ള ചാപ്റ്റേഴ്സൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് അതിൻ്റെ വീഡിയോസ് നന്നായിട്ട് കാണണം. അതേപോലെ തന്നെ നമ്മൾ ഓണപരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കും എക്സാം സ്പെഷ്യൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റിഫ്ലക്ഷൻ ഓഫ് സ്ഫെറിക്കൽ മിറേഴ്സിൻ്റെ ഒക്കെ നല്ലപോലെയുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് അവിടെ നോക്കിയാലായിട്ട് കിട്ടും. അപ്പോൾ അതും നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. നമ്മൾ ആനുവൽ എക്സാം എഴുതാൻ പോകുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്, നമ്മൾ ഈ ഫിസിക്സിൽ ഒത്തിരി ക്വാണ്ടിറ്റീസ് പഠിച്ചിട്ടുണ്ട് ഈ വർഷം. അതോടൊപ്പം തന്നെ അതിൻ്റെ യൂണിറ്റ്സും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റിലേഷൻ കണ്ടുപിടിക്കാനും മാച്ച് ദ ഫോളോയിങ് ആയിട്ടും എല്ലാ ക്വാണ്ടിറ്റീസും അതിൻ്റെ യൂണിറ്റ്സും ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ബുക്കിലൂടെ പോയിട്ട് നമ്മൾക്ക് പഠിക്കാനുള്ള എല്ലാ ക്വാണ്ടിറ്റീസും അതിൻ്റെ യൂണിറ്റ്സും ലിസ്റ്റ് ചെയ്തതാണ് ഈ കാണുന്നത്. അപ്പം എനിക്ക് ഏതെങ്കിലും ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ കൂട്ടിച്ചേർക്കണം. അത് താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ഞാനത് പിൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും അത് പഠിക്കാൻ പറ്റുമല്ലോ. എനിക്ക് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് പറയണം. ഓക്കെ. ലെങ്ത്തിൻ്റേത്, ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഒക്കെ മീറ്ററാണ് യൂണിറ്റ്, SI യൂണിറ്റാണ് എഴുതിയേക്കുന്നത്. മാസ് കിലോഗ്രാം, ടൈം സെക്കൻഡ്സ്, ഇലക്ട്രിക് കറണ്ട് ആംപിയർ, അതിൻ്റെയൊക്കെ സിമ്പലും അവിടെ എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിക്കണം. ടെമ്പറേച്ചർ കെൽവിൻ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ, ലൂമിനസ് ഇൻറ്റൻസിറ്റി കാൻഡില. ഇത്രയും നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൽ പഠിച്ചതാണ്. ഇനി നമുക്ക് മറ്റ് ക്വാണ്ടിറ്റികൾ, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയും എല്ലാം നമുക്ക് നോക്കാം. എല്ലാ ചാപ്റ്റേഴ്സിലും നോക്കുന്നുണ്ട്. ഏരിയ മീറ്റർ സ്ക്വയർ ആണ്. വോളിയം മീറ്റർ ക്യൂബ്. ഡെൻസിറ്റി കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ. വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി ആയാലും സ്പീഡ് ആയാലും മീറ്റർ പെർ സെക്കൻഡ്. ആക്സലറേഷൻ ആയാലും റിട്ടാർഡേഷൻ ആയാലും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഫോഴ്സ് ന്യൂട്ടൺ ആണ്.
ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ്, ത്രസ്റ്റ്, എല്ലാത്തിൻ്റെയും അങ്ങനെയുള്ള ഏത് രീതിയിലുള്ള ഫോഴ്സ്, നമ്മൾ ഈ വർഷം പഠിച്ചിട്ടുള്ള എല്ലാ ഫോഴ്സുകളുടെയും യൂണിറ്റ് ന്യൂട്ടനാണ്. പ്രഷർ ആണെങ്കിലോ പാസ്കൽ ഉണ്ട്. അതോടൊപ്പം തന്നെ പ്രഷർ എന്ന് പറഞ്ഞാൽ ത്രസ്റ്റ് ബൈ ഏരിയ എന്ന് നമുക്ക് എഴുതാമല്ലോ. ആ ഫോർമുലയിൽ നിന്ന് നമുക്ക് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നുള്ള യൂണിറ്റും എഴുതാം. അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് നമ്മൾ ബാർ എന്നുള്ളൊരു യൂണിറ്റ് ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ട്, അതും കൂടെ നോട്ട് ചെയ്ത് വെക്കണം. ഫ്രീക്വൻസി ഹേർട്സ് ആണ്, അതിൻ്റെയൊക്കെ സിമ്പിളും കൂടെ ശ്രദ്ധിക്കണേ. ലൗഡ്നെസ് ഡെസിബൽ dB. പിന്നെ ഇലക്ട്രിക് ചാർജ് ആണെങ്കിലോ കൂളംബ് C. കപ്പാസിറ്റൻസ് ഫാരഡ് F എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഞാൻ ഏതെങ്കിലും ക്വാണ്ടിറ്റീസും അതിൻ്റെ യൂണിറ്റ്സും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കൂട്ടിച്ചേർത്ത് താഴെ കമൻറ്റ് ചെയ്യണം. ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പറ്റും. ഇനി 1-2 കാര്യങ്ങളോട് ശ്രദ്ധിക്കുക. നമ്മൾ കുറച്ച് ഡിവൈസസിനെ കുറിച്ചും ഇൻസ്ട്രുമെൻസിനെ കുറിച്ചും ഈ വർഷം പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്നറിയോ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാനായിട്ട് ബാരോമീറ്റർ യൂസ് ചെയ്യുന്നു. ലൗഡ്നെസ് മെഷർ ചെയ്യാനായിട്ട് ഡെസിബൽ മീറ്റർ, സ്പീഡിന് സ്പീഡോമീറ്റർ, ടെമ്പറേച്ചർ നമ്മൾ തെർമോമീറ്റർ കൊണ്ട് മെഷർ ചെയ്യുന്നു. പിന്നെ ഡിവൈസ് ടു ഡിറ്റക്ട് പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിയാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണ്? ഇലക്ട്രോസ്കോപ്പ്. ഇതൊക്കെയാണ് ഞാൻ നോക്കിയിട്ട് എല്ലാം കൂടെ ഒന്ന് സമറൈസ് ചെയ്ത് പറയാനായിട്ട് നമുക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഫിസിക്സിൻ്റെ റിവിഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് പോയി പരീക്ഷയൊക്കെ എഴുതിയിട്ട് ക്രിസ്മസ് എക്സാമിന് എല്ലാവരും പറഞ്ഞതുപോലെ ഫിസിക്സിന് ഫുൾ മാർക്കൊക്കെ കിട്ടി നല്ല കുട്ടികളായിട്ട് നമുക്ക് 9th സ്റ്റാൻഡേർഡിലേക്ക് കടക്കാം.